കോട്ടയം ജില്ലയുടെ ഒരു പോക്കറ്റിന് അത് എല്ലാവരും ഒരുമിച്ച് താമസിക്കുകയാണ്, ഒരു മുനിസിപ്പാലിറ്റി മുഴുവന്. അവർ അതിഭയങ്കരമായിട്ട് താലിബാൻ രീതിയിലോട്ട് പോവുകയാണ്. അതിനെപ്പറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കേരളം ഭരിക്കുന്നവർക്കോ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയോ നിശബ്ദമായിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഒരിക്കല് ഈ PC ജോർജ് SDP കുടിയൊക്കെ എടുത്തുകൊണ്ട്, ആ സംഭവം നിങ്ങൾക്കറിയാം, SDP വലിയ സംഭവം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, അയാൾ എന്നോട് വളരെ ചൂടായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജോർജ് നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ്. പുള്ളി എന്നോട് വളരെ ചൂടായിട്ട് വരും. ഞാൻ തിരിച്ചു ചൂടായി. കാരണം ഞാൻ ഈ ലോകത്തിലാരുടെയും ടെലിഫോൺ ഒന്ന് റെക്കോർഡ് ചെയ്യാത്ത ഒരാളാണ്. കാരണം അതെൻ്റെ ഒരു ഇൻ പ്രിൻസിപ്പലാണ്. ഞാൻ ആരുടെ ടെലിഫോൺ റെക്കോർഡ് ചെയ്തില്ല. കാരണം അത് പേഴ്സണലായിട്ടുള്ള ടോക്സാണ് മുഴുവനും പോകുന്നത്. അപ്പോൾ അന്നും അത് കഴിഞ്ഞിട്ടും ഞാൻ PC ജോർജിനോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്ന് ചെയ്തതിൻ്റെ അതിൻ്റെ പേ ബാക്കാണ് ഈ സംഭവം ഇത് നടക്കുന്നത്. കാരണം നിങ്ങൾ അന്ന് ഇവർക്ക് വേണ്ടി നിന്നു. പക്ഷെ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്ന വരാനുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ 4 ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളിത് അനുഭവിച്ചേ മതിയാവൂന്ന് ഞാൻ പറഞ്ഞു. അത് സെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മിനി താലിബാൻ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേർ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ഇസ്ലാമിക വിശ്വാസികൾ, അപ്പോൾ പിച്ചപ്പെടുന്ന അങ്ങോട്ട് മാറിപ്പോയി. ഇപ്പം അവർക്കവിടെ ഇനി കുറച്ച് കഴിയുമ്പോൾ സംഭവം ഒന്ന് മാറും. അവിടെ മറ്റുള്ള ആളുകൾ, അതായത് മറ്റുള്ള സ്ത്രീകൾ ആലോചിച്ചോണം, മറ്റുള്ള സ്ത്രീകൾ അവിടെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ സ്ത്രീകൾ അതുവഴി പോകുമ്പോൾ മറ്റേ ചാക്കിട്ടുകൊണ്ട് പോകണം. പുതിയ നിയമം അവരും കൊണ്ടുവരും.